പണ്ട് കാലത്ത് മലകളുടെയും നദികളുടെയും ഇടയിൽ വിരിയുന്ന ഒരു മനോഹര ഗ്രാമമുണ്ടായിരുന്നു. അതിന്റെ പേരായിരുന്നു കുമാരിപുരം. ഈ ഗ്രാമത്തിൽ രാത്രി ആകാശത്ത് ഒരു അന്യപ്രപഞ്ചം പോലെ പ്രകാശിക്കുന്ന ചന്ദ്രവീണ എന്ന സംഗീതോപകരണം കിടക്കുന്നുവെന്ന് ആളുകൾ പറയുന്നു. ചന്ദ്രവീണയെക്കുറിച്ചുള്ള കഥകള് ബോധിപ്പിക്കുന്നത് അത് ഒരു ദേവതയുടേതാണെന്നും അതിൽ നിന്നുള്ള സംഗീതം കൊണ്ട് ഭൂമിയിലെ എല്ലാ ദുരിതങ്ങളും മാറുമെന്നും. എന്നാല് ആ വീണയെ ഗ്രാമത്തിലെ ആർക്കും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം മേഘന എന്ന 16 വയസ്സുള്ള പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട വലിയമ്മയുടെ പഴയ പുസ്തകങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പഴയ പർദ്ദവലി പുസ്തകം കിട്ടുന്നു. അതിൽ ഗ്രാമത്തിന്റെ പഴയ ചരിത്രവും ചന്ദ്രവീണയുടെ രഹസ്യവും വിവരിച്ചിരുന്നു. പുസ്തകത്തിൽ കാണുന്ന ചിത്രത്തിൽ ഗ്രാമത്തിന്റെ മലകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുഹയെ കാണിച്ചു. അതിന്റെ ചുറ്റിലും മുദ്രകളാൽ അടച്ചിട്ട പാതകളെപ്പറ്റിയും സൂചനകൾ നൽകി. മേഘന തന്റെ 2 സുഹൃത്തുക്കളായ അരുൺ എന്ന സാഹസികനും ദീപ എന്ന വിവേകശീലിയും ചേർന്ന് ആ ഗുഹ കാണാൻ യാത്ര തിരിച്ചു. മലകൾ താണ്ടി കാട്ടുവഴികൾ കയറി അവർക്ക് ഒടുവിൽ ഒരു ഗുഹ കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ അതിന്റെ വാതിൽ ഒരുപാട് മുദ്രകളാൽ അടച്ചിരിക്കുന്നു. മുദ്രകളിൽ ഉള്ള രഹസ്യരേഖകൾ തുറന്ന് അതിനെക്കുറിച്ചുള്ള പാസ്വേഡ് കണ്ടെത്തിയപ്പോൾ മാത്രമേ അത് തുറക്കാൻ കഴിയൂ. മേഘനയ്ക്ക് വായിച്ച പുസ്തകത്തിൽ നിന്നുള്ള സൂചനകൾ ഉപയോഗിച്ച് പാസ്വേഡ് കണ്ടെത്താൻ സാധിച്ചു. സംഗീതം മാത്രമേ ഹൃദയത്തിന്റെ വാതിൽ തുറക്കൂ. അവൾ ഒറ്റ നിശ്വാസത്തിൽ പാട്ട് തുടങ്ങി. അതിന്റെ സംഗീതം ഗുഹയുടെ വാതിലിൽ പ്രതിഫലിച്ചു. പൊടുന്നനെ വാതിൽ തുറന്നു. ഗുഹക്കുള്ളിൽ ചന്ദ്രവീണ കണ്ടെത്തി. അതിൽ നിന്നും തെളിയുന്ന വെളിച്ചവും സംഗീതവും അവരെ വിസ്മയിപ്പിച്ചു. വീണയുടെ സംഗീതം കേട്ടപ്പോൾ ഗ്രാമത്തിലെയും പ്രകൃതിയിലെയും എല്ലാ ദുരിതങ്ങളും മാറിത്തുടങ്ങി. നാട്ടുകാർ വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.